ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞാനും കിഡൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നൈസ് പത്തിരി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. പത്തിരിക്ക് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ എത്ര പൊടി എടുക്കുന്നുവോ ആ അളവിൽ തന്നെ വെള്ളം എടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ പൊടി വെള്ളത്തിൻ്റെ ലെവലിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. പൊടി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ചൂട് ഒരല്പം കുറയുന്നതിന് വേണ്ടി 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചൂട് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇനി കുഴക്കുന്നതിന് വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കുഴക്കാം. കയ്യിലെ ചൂട് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇടയ്ക്ക് വെള്ളം ഒന്ന് ഡിപ്പ് ചെയ്ത് കുഴക്കാം. മാവ് നന്നായി സോഫ്റ്റ് ആയാലാണ് പത്തിരി നല്ല നൈസായി കിട്ടുള്ളൂ. അതിനു വേണ്ടി ഏകദേശം 10 മിനിറ്റോളം കുഴക്കണം. ഇപ്പം മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ബോൾസ് ആക്കാൻ എളുപ്പത്തിന് വേണ്ടി മാവ് 3-4 പീസാക്കി മാറ്റാം. ഇനി ഓരോ പീസും ഉരുട്ടിയെടുത്ത് ചെറിയ ബോൾസാക്കി എടുക്കാം. അതിനുശേഷം ഒരു പത്തിരിച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടാവുമ്പോൾ ഒരു പത്തിരി പ്രസ്സിൽ ഓരോ ഉണ്ടയും പരത്തിയെടുത്ത് അതിലേക്ക് വെക്കാം. ഇത് കൊല്ലങ്ങളായി ഉപയോഗിക്കുന്ന പത്തിരി പ്രസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത്ര വലിപ്പത്തിൽ കിട്ടിയത്. ഇല്ലെങ്കിൽ ഒന്നുകൂടി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം.
പത്തിരി ഒരു വശം വെന്ത് വരുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായി പൊങ്ങി വരും. അപ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ഓരോ പത്തിരിയും ചുട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നൈസ് പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങാപ്പാലിൽ മുക്കി സെർവ് ചെയ്യാം. അതിനുവേണ്ടി തേങ്ങാപ്പാലിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഏത് കറിയുടെ കൂടെയും സെർവ് ചെയ്യാം.